അപ്പം നമ്മളിത് ചപ്പൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ പുറത്താണ്. ഇതിപ്പോൾ ഒരു വൈകുന്നേരം 6:30 ടൈം. മഴയ്ക്കൊക്കെ കോളുണ്ട്. എന്നാലും നമ്മളൊന്ന് കത്തിക്കാൻ പോവാം. തേണ്ട തീപ്പെട്ടി. പിന്നെ ചപ്പ കൂട്ടുന്നതിനിടയ്ക്ക് എൻ്റെ കാണാതെ പോയൊരു ക്ലിപ്പ് കിട്ടി. നോക്ക്, മണ്ണൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കളയാൻ തോന്നണില്ല. അപ്പോൾ എടുത്തേക്കാം. നമ്മൾ തീ ഇടട്ടെ. നമ്മൾ പതിയെ തീയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് മൊത്തം കത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എപ്പോൾ വേണേലും മഴ പെയ്യും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ നൈറ്റ് ടൈമിൽ ഇങ്ങനെ തീ കത്തിച്ച്. പക്ഷെ ചപ്പ് കത്തിക്കണതാ, ക്യാമ്പ് ഫയറൊന്നുമല്ല. എന്തായാലും ഞാൻ ഹാപ്പിയായി. ക്ലിപ്പ് കിട്ടിയില്ലേ, അതുകൊണ്ട്. വാവ്, നമ്മുടെ തീ അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. എന്താ രസമല്ലേ, ക്യാമ്പ് ഫയർ പോലെ ഉണ്ട്. ഒരുപാട് ചവറുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം അടിച്ചു പൊട്ടിക്കും. ഇനിയിപ്പോൾ അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ മൊത്തം പുകമയമായിരിക്കും. പുകമയം അങ്ങോട്ട് പോകുന്നുണ്ട്. കയറി പോകുന്നു പുക. സാരമില്ല. കുറച്ചെങ്കിലും കത്തട്ടെ. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മഴ ഇപ്പോൾ താഴെ വരും. എന്നാലും കുറച്ചെങ്കിലും കത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി നാളെ കത്തിക്കാം. നല്ല രാത്രി ആയിട്ടുള്ളൂ, ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ആകെ നമ്മുടെ തീ കൊണ്ട് പോലെ. അങ്ങോട്ടൊക്കെ കുറച്ച് വെട്ടമുണ്ടല്ലോ. ഇത് കുറച്ച് ഒതുങ്ങിയ ഏരിയ ആയതുകൊണ്ടാണ് വെട്ടം കുറവാണ്. തീ നന്നായിട്ട് കത്താൻ തുടങ്ങിയിട്ടാണ് കേട്ടോ. നന്നായി. ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഭയങ്കര വെയിൽ, ഭയങ്കര ചൂടായതുകൊണ്ട് രാത്രി കത്തിക്കാമെന്ന് വെച്ചേ. തീ എങ്ങാനും ഔട്ട് ഓഫ് കൺട്രോൾ പോയാൽ പണിയാവില്ലേ, അതാണ്. അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. പക്ഷെ എൻ്റെ ക്ലിപ്പ് കിട്ടില്ലായിരുന്നെങ്കിൽ ക്ലിപ്പ് ഇതിനകത്തായി എരിഞ്ഞ് ചാമ്പലായി പോയാനല്ലേ. ദൂരെ നിന്നേക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതാണ് നമ്മുടെ വരണ്ടി. ഇന്ന് ഏറ്റവും വരണ്ടി കേട്ടോ. കാട്ടുതീ ആൾക്കാർ പേടിച്ച് പോവും. ആരെങ്കിലും ഓടി വരുകയോ ഇവിടെ എന്ത് പറ്റിയെന്ന് വിചാരിച്ചു. ഇപ്പോൾ വേനലല്ല, അപ്പോൾ തീയൊക്കെ പെട്ടെന്ന് പടരും. ഇച്ചിരി വെട്ടമുണ്ട്. മമ്മി, ആകാശത്തൊക്കെ ഇച്ചിരി വെള്ളം. അയ്യോ, തീ കണ്ട. ഓ സൂപ്പർ. ഭയങ്കരമായിട്ട് ആളി കത്തുന്നു. കൺട്രോളില്ലാതെ ആയിരുന്നാൽ മതിയായിരുന്നു. നമുക്കെന്തായാലും അപ്പുറത്ത് പോയി നിന്ന് അപ്പുറത്തെ ആംഗിളിൽ നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്തോരം ഭംഗിയുണ്ടെന്ന് നോക്കാം. അപ്പുറത്ത് പോട്ടെ. ഇപ്പുറത്തെ ആംഗിളിൽ നോക്കുമ്പോൾ നമുക്കിവിടെ തീ ചെറിയ തീയാണ്, കണ്ടില്ലേ. അത്ര വലിയ ലുക്കൊന്നുമില്ല. ഇവിടെയും കൂടി കുറച്ച് ചപ്പുണ്ട്. കൂടി അങ്ങോട്ട് ശരിക്കും മാറി കൂട്ടണം. ക്യാമറ കാണുന്നുണ്ടാവില്ലല്ലേ, അങ്ങനെ ഇരുട്ടല്ലേ. ഇവിടെയും കുറച്ച് ചപ്പുണ്ട്. കൂടി അതിൻ്റെ കൂടത്തിൽ ഇടണം. നമ്മുടെ ചപ്പും ചവറൊക്കെ ഒന്ന് ഇരിഞ്ഞ് തീരാണ്. പള്ളി മണിയടിച്ച് കറക്റ്റ് 7 മണിയായി. ഭയങ്കര തീയാണല്ലോ. കാട്ടുതീ വന്ന പോലെ ഉണ്ടല്ലോ. പേടിയാണ്. കണ്ട ഒരു ഭാഗം മൊത്തം. അപ്പം നമ്മുടെ തീയെല്ലാം ഏകദേശം കത്തി അമർന്ന് നല്ല പുക പോകുന്നുണ്ട്. കാണാൻ പറ്റുന്നില്ലല്ലേ, ഉണ്ടോ. ഭയങ്കര രാത്രി ആയതുകൊണ്ടാണ് ചെറിയ വെട്ടം വന്നു തീയുടെ. അപ്പം മൊത്തം കത്തി അമർന്ന്. അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പം ശരി, എനിക്ക് ബാക്കി എന്തോ ഇച്ചിരി കത്താനുണ്ട്, അത് പിന്നെ കത്തിക്കോളൂ. അപ്പം ശരി. ചെറുതായിട്ട് വീണ്ടും കത്താൻ തുടങ്ങി. ഇച്ചിരിയും കൂടി ബാക്കി ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ. ആ തീപ്പരി ഉള്ളതുകൊണ്ട് ബാക്കിയുള്ളതും കൂടി കത്തിപ്പോവാണ്. ദൂരെ നിന്നാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്.